Okay, all of you mark the attendance. Exam പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന്? Yes. രണ്ടാമത്തെ പാഠത്തിന്റെ അല്ലേ? ഇന്ന് പറഞ്ഞിട്ടുണ്ട് മിസ്സേ. Okay, രണ്ടാമത്തെ പാഠത്തിന്റെ അല്ലേ? Yes. ഫസ്റ്റ് പാഠത്തിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ? Yes. Okay. എന്നാ എഴുതിക്കോ. അത് എല്ലാ മക്കളും പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒന്ന് ധൈര്യപൂർവ്വം യെസ് ഒന്ന് പറയാൻ പറ്റുന്നവരൊന്ന് കൈ കാണിച്ചു. യെസ്. ഓക്കെ. ജോസി അതിനും സമയമില്ല അല്ലേ ജോസി? എവിടെയാണ്? എനക്ക് സമയമില്ല ഒന്നിനും. ഓക്കെ. അപ്പൊ ഓൾ ഓഫ് യു ടേക്ക് MS നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാം. ഓക്കെ, അതിലെഴുതിക്കോ. ഓക്കെ, ഫസ്റ്റ് വേർഡ് മീനിങ് ആണ്. വേർഡ് മീനിങ്. ബുക്ക് എടുത്തിട്ട്. യെസ്. ഇനി ഞാൻ പറഞ്ഞില്ല വേണ്ട, അന്നന്ന് എഴുതിക്കുന്ന നോട്ട്സ് അന്നന്ന് തന്നെ എഴുതിയിട്ട് മാത്രം ഇവിടെ ഇരുന്നാൽ മതി. അല്ല, നോട്ട് എഴുതാത്തവർക്ക് ഇവിടെ ഇരിക്കണം ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ലേ. ഞാൻ കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വേർഡ് മീനിങ്ങില് ഒന്നാമത്തത് കരുണ. വേർഡ് മീനിങ്ങില് ഫസ്റ്റ് വൺ കരുണ. കരുണ. ഓക്കെ, എഴുതിയോ മക്കളെ? കരുണ. രണ്ടാമത്തത് ഗൃഹം. സോറി. ഓക്കെ സോറി. എഴുതിക്കോ, രണ്ടാമത്തെ പാഠത്തിന്റെ അല്ലേ? ഓക്കെ എഴുതിക്കോ. ത്യാഗം. വേർഡ് മീനിങ്ങിൽ ഒന്നാമത്തത് ത്യാഗം. ത്യാഗം. ആരും ടെക്സ്റ്റിന് നോട്ടിനൊന്നും ആശ്രയിക്കണ്ട. MS നോട്ട്ബുക്ക് മാത്രം മതി അവിടെ. എനിക്ക് എക്സാം എഴുതിയാൽ മതി. ഓക്കെ, ഒന്നാമത്തത് ത്യാഗം. സെക്കൻഡ് വൺ സ്മരണ. രണ്ടാമത്തെ പാഠത്തിന്റെ തന്നെ എക്സാം കേട്ടോ. രണ്ടാമത്തെ പാഠത്തിന്റെ അതിൽ വേർഡ് മീനിങ്ങിലാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് ത്യാഗം, രണ്ട് സ്മരണ. ഓക്കെ. മൂന്ന് സമത്വം. സമത്വം. ഫിനിഷാണോ? എഴുതിയോ മക്കളെ? സമത്വം. ഓക്കെ. 4 യത്നം. എന്താണ് ജോസി പഠിച്ചിട്ടില്ലേ ഒന്നും? എഴുതി ഞാൻ വൃത്തിയില്ലാതെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് നോട്ട്. ഒന്നും പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? മിസ്സേ, മൂന്നാമത്തെ എന്തുവായിരുന്നു? മൂന്നാമത്തത് സമത്വം. മിസ്സേ. യെസ്, പറഞ്ഞു. ആരടുത്ത് ഷഹബാസ് ഉണ്ട്. ആരടുത്ത്? നിങ്ങളടുത്തുണ്ടോ? എന്ത് പറ്റിയാലും ഷഹബാസിന്? എന്തേ ഇവിടെ പഠിക്കാത്ത പോലും? നിങ്ങൾ ഇന്നേ ആഘോഷിക്കാൻ തുടങ്ങിയോ? മക്കളെ പെരുന്നാള്? ഓക്കെ. ഇവിടെ കൈക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഷീസ. ഓക്കെ, അപ്പൊ സമത്വം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞേ? യത്നം. നാലാമത്തത് യത്നം. രണ്ടാമത്തെ ഒന്നും കൂടെ പറയാം. സ്മരണ. കിട്ടിയോ ഗ്രേസേ? ഓക്കെ, അപ്പൊ ഒന്ന് ത്യാഗം,
2 സ്മരണ, 3 സമത്വം, 4 യത്നം. ഓക്കെ, ഒന്നുകൂടി. ഉന്നതർ, ഉന്നതർ. ഓക്കെ, അപ്പൊ 5 എണ്ണാണുള്ളത്. ഓക്കെ, ഉന്നതർ. എന്തേ അതില് പഠിച്ചില്ല? ശരി. ഓക്കെ, മീനിങ്ങിൽ 5 ഉള്ളൂ. 5 ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വിപരീത പദം എഴുതുക. രണ്ടാമത്തെ ബിറ്റ് വിപരീത പദം എഴുതുക. അതിൽ ഫസ്റ്റ് വൺ തുടർച്ചയായിട്ട് നമ്പർ ഇട്ട് പോയാ പോരെ? പോയാ മതി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ബിറ്റില് ഒന്നാമത്തെ പറഞ്ഞിപ്പോ നിങ്ങൾ തുടർച്ചയായി നമ്പർ ഇട്ടാലും മതി. ഉന്നതർ, ഓപ്പോസിറ്റ് വരെ എഴുതണം. ഉന്നതർ, ഉന്നതർ. ഹന്ന കേൾക്കുന്നില്ലേ? ഹന്ന മിസ് വിപരീതത്തിലെ ഫസ്റ്റ് ആണ്. ഉന്നതർ. 5 എണ്ണം വേർഡ് മീനിങ് പറഞ്ഞു, അർത്ഥം എഴുതിയില്ലേ? അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് വിപരീത പദാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് ഉന്നതർ. ഉന്നതർ. ഏബിലെ ഫിനിഷ് ആണോ? യെസ്. ഓക്കെ, അടുത്തത് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. ഷിസ, എന്തേ ഷിസ എഴുതുന്നില്ലേ? എഴുതിക്കോ വേഗം. സ്വാതന്ത്ര്യം. എങ്ങോട്ട് നോക്കണ്ട കേട്ടോ ആരും. സ്വാതന്ത്ര്യം. അടുത്തത് സമത്വം. 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 എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നെന്തിനാ? നേരെ ഇങ്ങോട്ട് നോക്കിയാ പോരെ? മിസ്സല്ലേ ക്വസ്റ്റ്യൻ പറയുന്നേ. സമത്വം. സമത്വം. ഓക്കെ, വെരി ഗുഡ്. എഡ്വിൻ ഫിനിഷ് ആയി അല്ലേ? ക്വസ്റ്റ്യൻ ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നോക്കി എഴുതുന്നേ? ആ നോക്കി എഴുതുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഇവിടെ നോക്കുന്നുണ്ട്, ഇവിടെ എഴുതുന്നു, ഇവിടെ എന്നാ നോക്കുന്നേ? ഓക്കെ, സമത്വം. അപ്പൊ അവിടെ ഞാൻ 3 എണ്ണാണ് പറഞ്ഞതല്ലേ? ഒന്നുകൂടി ഉണ്ട്. ഹിംസ. 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 കഴിഞ്ഞ മുഹമ്മദേ? യെസ്. ജോസിക്ക് ഒന്നും എഴുതാനില്ലേ? ജോസി എഴുതിയോ? അല്ല എഴുതിയോ? ഓക്കെ, ഹിംസ. അടുത്തത് പര്യായപദം, മൂന്നാമത്തെ ബിറ്റ്. അതിലൊന്നാമത്തത് സമരം. സമരം. സമരത്തിന് 3 എണ്ണെങ്കിലും എഴുതണം. 3 or 2 എണ്ണം എങ്കിലും എഴുതണം. ഓക്കെ, എഴുതിയോ മക്കളെ? സമരം. അടുത്തത് പാത. 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 ആവണി എഴുതിയോ? ആവണി? യെസ്. ഓക്കെ,
പാത. എന്തായി ഗ്രേസേ, എഴുതുന്നുണ്ടോ? യെസ്, ഇരുട്ടത്താണല്ലോ ഉള്ളത് ആള്. ഓക്കെ, നെക്സ്റ്റ് പിരിച്ചെഴുതാനാണ്. പിരിച്ചെഴുതുക. ഭഗത്തിന്റെയും എന്നത് പിരിച്ചെഴുതണം. ഭഗത്തിന്റെയും, ഭഗത്തിന്റെയും എന്നുള്ളത് പിരിച്ചെഴുതണം. മിസ്സേ, ഭഗത്തിന്റെയും ഹൈഫൻ ഇട്ടിട്ട് പിരിച്ചെഴുതാനോ അല്ലെങ്കിൽ ആൻസർ മാത്രം മതി? ഹൈഫൻ ഇട്ടിട്ട് എഴുതിയാലും മതി, അല്ലെങ്കിൽ ആൻസർ മാത്രം എഴുതിയാലും മതി. അല്ലെങ്കിൽ ഭഗത്തിന്റെയും എഴുതുക, എന്നിട്ട് ഹൈഫൻ ഇടുക, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതുക. ഭഗത്തിന്റെയും. യെസ്, കഴിഞ്ഞോ? ഓക്കെ മോളെ. ഇല്ല മിസ്സേ. ഓക്കെ, എഴുതിക്കോ. അടുത്തത് ഒന്നും കൂടിയേ ഉള്ളൂ. തലമുറയുടെ. തലമുറയുടെ. മിസ്സേ, പര്യായ പദങ്ങളിലെ സമരം കഴിഞ്ഞിട്ട് പറയാം, എന്റെ നെറ്റ് പോയി. പാത. സമരം കഴിഞ്ഞിട്ട് പാത. പാത. അത് കഴിഞ്ഞിട്ട് ഞാൻ പിരിച്ചെഴുതുകയാണ് പറഞ്ഞേ. അതിൽ ഒന്നാമത്തത് പിരിച്ചെഴുതുകയിൽ ഫസ്റ്റ് വൺ ഭഗത്തിന്റെയും, അത് പിരിച്ചെഴുതാനാണ് പറഞ്ഞത്. അതിൽ നിന്ന് രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് തലമുറയുടെ. തലമുറയുടെ. പിരിച്ചെഴുതുകന്റെ ആദ്യം പറഞ്ഞ ഭഗത്തിന്റെയും, അത് പിരിച്ചെഴുതണം. മിസ്സേ, ഇത് രണ്ടെണ്ണേ ഉള്ളൂ പിരിച്ചെഴുതിയത്? രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഭഗത്തിന്റെയും, രണ്ട് തലമുറയുടെ. ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ അത് പിരിച്ചെഴുതുമ്പോ. തലമുറയുടെ എന്നല്ലേ? തലമുറയുടെ. ഒരു മിനിറ്റ് മിസ്സേ. ഇത് ഞാൻ ക്ലാസ്സിൽ എഴുതുന്നില്ല മക്കളെ, പിരിച്ചെഴുതുക. ഇനി അതിൽ ചേർത്ത് എഴുതുക. അടുത്ത ബിറ്റ്, അതായത് ഇപ്പൊ ആദ്യം നമ്മൾ മീനിങ് പറഞ്ഞു, രണ്ടാമത്തെ ഓപ്പോസിറ്റ് ബിറ്റ്, രണ്ടാമത്തത് പര്യായപദങ്ങൾ, മൂന്നാമത്തെ ബിറ്റ്, നാലാമത്തത് പിരിച്ചെഴുതുക, അഞ്ചാമത്തെയാണ് ഇപ്പൊ പറഞ്ഞത്. അഞ്ചാമത്തെ ബിറ്റില് നമ്പർ നിങ്ങൾ എങ്ങനെ ഇട്ടാലും മതി, പക്ഷെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതില് ഏതാണെന്ന് അറിയുമോ? ചേർത്ത് എഴുതുക. ത്യാഗ പ്ലസ് ഉജ്ജ്വലം. തെറ്റിക്കാതെ എഴുതണം. ത്യാഗ പ്ലസ് ഉജ്ജ്വലം. എങ്ങനെയാണ് എഴുതേണ്ടത്? ത്യാഗ പ്ലസ് ഉജ്ജ്വലം. ക്വസ്റ്റ്യൻ എഴുതുന്നെങ്കിൽ എഴുതിക്കോ, എഴുതില്ലെങ്കിൽ എഴുതണ്ട. പക്ഷെ ആൻസർ കൃത്യമായിട്ട് തന്നെ എഴുതണം. അതിനകത്ത് ഞാൻ ആൻസർ മാത്രം എഴുതിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ത്യാഗ പ്ലസ് ഉജ്ജ്വലം. അത് അടുത്തത് കോടതി. രണ്ടാമത്തെ പറഞ്ഞോട്ടെ. കോടതി പ്ലസ് ഇൽ. കോടതി പ്ലസ് ഇൽ. അപ്പൊ അതിവിടെ രണ്ടെണ്ണാണ്. ഒന്ന് ത്യാഗ പ്ലസ് ഉജ്ജ്വലം, രണ്ട് കോടതി പ്ലസ് ഇൽ. ഓക്കെ, ഫിനിഷ്. യെസ്. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഒരു വാക്യത്തിൽ പറയാം. ഓക്കെ, ഒരു വാക്യത്തിൽ പ്രയോഗിക്കുന്നത് പറയാം. ഓക്കെ, അടുത്തത് ആറാമത്തെ. ആറാമത്തേല്
പറഞ്ഞോ, വാക്യത്തെ പ്രയോഗിക്കുകയാണേ. അതിലൊന്നാമത്തത് ബലിവേദി. ബലിവേദി കുറച്ച് വലിപ്പമുള്ള പാഠമാണ് നമ്മുടെ ഈ സെക്കൻഡ് ലെസൺ. ഞാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വായിക്കണം, വായിച്ചിട്ട് ഓഡിയോ ക്ലിപ്പ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാഠം നല്ലൊരു പാഠമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചാൽ നല്ല പാഠമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെയുള്ള പാഠമാണ് ഇതിൽ, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. നല്ല സുഖമുള്ള പാഠമാണ് പഠിക്കാൻ. ഓക്കെ, ബലിവേദി വാക്യത്തെ പ്രയോഗിക്കാൻ. ബലിവേദി എഴുതിയോ മക്കളെ? ബലിവേദി ഇല്ല, എഴുതിക്കോ, മെല്ലനെ എഴുതിയാ മതി. എന്താണ് ഏബിലെ ചിരി വരുന്നേ? നല്ല ക്വസ്റ്റ്യൻ ആയോണ്ടാണോ? ഒന്നും കിട്ടുന്നില്ല. ആവണിക്ക് ചിരി വന്നിട്ട് നല്ല ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല മിസ് എന്ന് പറഞ്ഞുതരാം. എഴുതിയോ? ബലിവേദി, അതിൽ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് ബലിവേദി. മിസ് എഴുതി തന്നിട്ടുണ്ട് ഇതൊക്കെ. ബലിവേദി. ഓക്കെ, ഫിനിഷ് ആണോ എല്ലാവർക്കും? വേഗം എഴുതി, വേഗം. കഴിഞ്ഞ നമ്മൾ ഫസ്റ്റ് ലെസണിന്റെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയും കൂടി ചെയ്തു അല്ലെ, അതേ പീരീഡില് അല്ലേ മക്കളെ? ഇവിടെ തന്നെ ചെക്ക് ചെയ്തില്ലേ ക്ലാസ്സിൽ വെച്ച് തന്നെ? ഓക്കെ, അടുത്തത് സമരപാത. 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 സെക്കൻഡ് വൺ സമരപാത. എന്തേ ഷിസ, ഒന്നും പഠിച്ചിട്ടില്ലേ? തെറ്റി വെക്കണമെങ്കിൽ ഒരുപാട് തവണ എഴുതേണ്ടി വരുവേ. കോടതിയിൽ കഴിഞ്ഞിട്ട് പറഞ്ഞാ? കോടതിയിൽ ഇല്ല, ചേർത്തേ തന്നെ രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. വാക്യത്തെ പ്രയോഗിക്കാനാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ ബലിവേദി, സെക്കൻഡ് വൺ സമരപാത. ഓക്കെ അല്ലേ? ഫിനിഷ് ആണോ മക്കളെ? യെസ്, ആരെങ്കിലും എഴുതി കഴിഞ്ഞവരുണ്ടോ? എല്ലാം എഴുതി കഴിഞ്ഞവരുണ്ടോ? ഇനി ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് എത്ര നമുക്ക്? ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ, പക്ഷെ എല്ലാം ഒന്നും ഇടാൻ പറ്റില്ല ഇപ്പൊ. അതിലേ ഒന്നും പഠിച്ചില്ലേ? യെസ്, കഴിഞ്ഞു. ഓക്കെ, എന്നാ ഞാൻ ചോദ്യോത്തരം ചോദിച്ചോട്ടെ? ഫസ്റ്റ് വേണം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടതാണ്. അതില് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? രണ്ടാമത്തെ സമരപാത വാക്യത്തെ പ്രയോഗിക്കാൻ. സമരപാത. അതെ, സമരപാത തന്നെ വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. നെറ്റിന്റെ പ്രശ്നമാണ്.
ഇത് തെറ്റിയവർ ഓരോന്നും 5 ടൈംസ് എഴുതേണ്ടി വരും. കഴിഞ്ഞ എല്ലാവരും എഴുതിയിട്ട് എഴുതാനുള്ളവര് നല്ല പോലെ എഴുതുന്നുണ്ട്. മറ്റുള്ളവർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ്. അന്നേരം ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞോ. ഓക്കെ, എഡ്വിൻ കഴിഞ്ഞോ? എഡ്വിൻ യെസ്. ക്വസ്റ്റ്യൻസ് അതിൽ ഒന്നാമത്തെ എഴുതിയാ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? യെസ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഇല്ല അല്ലെ, എത്തിയില്ല എഴുതുന്നത്ര. ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഒന്നാമത്തെ ഒന്നുകൂടെ പറയോ? ഓക്കെ, നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? ഓക്കെ, കഴിഞ്ഞോ? യെസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയട്ടെ. സമയം ഉണ്ടാവില്ലേ? 5 മിനിറ്റേ ഉള്ളൂ. നവജവാൻ ഭാരത് സഭ എന്ന് രൂപീകരിച്ചു? നേതാവാര്? നവജവാൻ ഭാരത് സഭ എന്ന് രൂപീകരിച്ചു? നേതാവാര്? 4 മിനിറ്റും 55 സെക്കൻഡും ഉണ്ടായിരുന്നു ക്ലാസ് കട്ടാവാൻ. ആ ഒരു ക്വസ്റ്റ്യനും കൂടെ മതി. 22 മാർക്ക് വരും ഇപ്പം. അപ്പൊ ക്ലാസ്സിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ? ഇല്ല, അത് പറ്റില്ല. 2 2 4 4 5 6 3 9 9 4 13 13 5 9 4 24 മൊത്തം 5 5 4 9 3 12 22 മാർക്കിന്റെ ആയിരുന്നു ടോട്ടൽ. 22 ഔട്ട് ഓഫ് ആണ്. ഇത് മതി. ഇതും കൂടി എഴുതാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുടിച്ചു നിൽക്കുന്നത് എന്ത്? 2, നവജവാൻ ഭാരത് സഭ എന്ന് രൂപീകരിച്ചു? നേതാവാര്? എളുപ്പമുള്ള 2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുള്ളൂ. സമയം ഓവറായിട്ട് നമ്മൾ എല്ലാത്തിനും കൂടി എത്ര മാർക്കാ? അർത്ഥത്തിന് 1 മാർക്ക്, 5 മാർക്ക്. ടോട്ടൽ 5 എണ്ണല്ലേ നമ്മൾ പറഞ്ഞേ. ഓപ്പോസിറ്റ് വേർഡിന് 4 മാർക്ക്, ഓരോരോ മാർക്ക് വെച്ച് 4 മാർക്ക്. അടുത്തതിന് 1.5 1.5 3 മാർക്കാണ് പര്യായ പദത്തിന്. അത് കഴിഞ്ഞ് 2 എണ്ണത്തിനുള്ളത് ഓരോരോ മാർക്ക്, അര വീതമുള്ള 1 മാർക്ക്. അന്നേരം 1 1 2 യോ ചേർത്തെഴുതുകയും പിരിച്ചെഴുതുകയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നവജവാൻ ഭാരത് സഭ എന്ന് രൂപീകരിച്ചു? നേതാവാര്? മിസ്സേ അർത്ഥത്തിൽ 5ഉം എന്താ 4 9 9 3 12 1 13 14 2 16 2 18 2 20 22 മാർക്ക്. അര മാർക്ക് മോനെ. പിരിച്ചെഴുതുന്നതിന് അര 1. അതുപോലെ ചേർത്തെഴുതുക അര 1. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. തേർഡ് ബിറ്റിന് എത്രയാ? അതായത് 3ാമത്തെ ബിറ്റ് പര്യായപദം അല്ലെ? പര്യായപദത്തിന് 1.5 1.5
യെസ്. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നോ? ക്വസ്റ്റ്യൻ ആൻസറിനോ? ക്വസ്റ്റ്യൻസിന് 2, ബാക്കിത്തെ ബ്രേക്കുന്നതിനും 2. അതും എഴുതാനുണ്ട് കുറച്ച്. അതുകൊണ്ട് 2 ക്വസ്റ്റ്യൻസിനും ഉണ്ട്, 2 ബാക്കിത്തെ ബ്രേക്കിനും ഉണ്ട്. അപ്പൊ അതിന് എത്രയായി? 8 മാർക്കായില്ലേ? ഓക്കെ. 8 പിന്നെ 1 9 1 10 10 3 13 22. 2 മാർക്ക്. ബാക്കിത്തെ ബ്രേക്കിന് 1-ന് 2 മാർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് കുറച്ച് എഴുതാൻ. ഉത്തരം എഴുതുന്നതിനും 2 മാർക്ക്. 2 മാർക്ക്. ഓക്കെ, അപ്പൊ 22 ടോട്ടല്. ഔട്ട് ഓഫ് 22 ക്വസ്റ്റ്യൻ ആൻസറിന് 2, ബാക്കിത്തെ പ്രയോഗിക്കുന്നതിന് 1-ന് 2, അതിന് തൊട്ട് മുന്നിലുള്ള പിരിച്ചെഴുതുന്നതിന് 1, അരയുള്ള 2 എണ്ണാണ് പറഞ്ഞത്, അപ്പൊ 1 മാർക്ക്. നെക്സ്റ്റ് അതിന് തൊട്ട് മുമ്പിൽ പറഞ്ഞതിന് എന്ത്? 1 മാർക്ക്. പര്യായ പദത്തിന് 1 1 3 മാർക്ക്. തൊട്ട് മുകളിൽ പറഞ്ഞ ഓരോരോ മാർക്ക് വീതം, അപ്പൊ 4 മാർക്ക്. അതിന് തൊട്ട് മുകളിൽ 5 എണ്ണാണ് പറഞ്ഞത്, 5 മാർക്ക്. ഓരോരോ മാർക്ക് വീതമുള്ള 5 ആണ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് ഒന്ന് മിസ്സിൽ ഇട്ട് തരണം. ഓക്കെ, ചെക്ക് ചെയ്തോ? എല്ലാം ശരിയാണോ? 20 മാർക്ക് കിട്ടുള്ളൂ. അതെന്ത് വെച്ച് 2 മാർക്ക് എവിടെയാ പോയത്? ആ വാക്കല്ല അർത്ഥം എഴുതുന്നതിന് 2 എണ്ണം കിട്ടി. 2 എണ്ണം തെറ്റിയോ? അതേതൊക്കെയാ? ആ ക്വസ്റ്റ്യൻ എഴുതിയില്ല, ആൻസർ മാത്രം എഴുതി. എത്രാമത്തെയാ? 3 5. 3 സമത്വമാണ് ഞാൻ പറഞ്ഞു. എന്താ അർത്ഥം എഴുതിയേ? തുല്യമായ അവസ്ഥയാണ് സമത്വം. ഓക്കെ, അയച്ചു തന്നാലേ. ബൈ. 1 മിനിറ്റേ ഉള്ളൂ, ഇപ്പൊ കട്ടാവാൻ സാധ്യത. അതുകൊണ്ട് നോട്ട് എഴുതാത്ത ഒരാളും ക്ലാസ്സിൽ ഇരിക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ നോട്ട് എഴുതിയിട്ട് ഇരിക്കാനുള്ളവർ മാത്രം ഇരുന്നാൽ മതി. ഓക്കെ, ഇനി അങ്ങോട്ടും. ഓക്കെ, ബൈ. ബൈ മിസ്. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു.